ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഉറങ്ങി എണീച്ചയിലെ പല്ലൊക്കെ തേച്ച് നല്ല വെളിച്ചെണ്ണയൊക്കെ തേച്ച് നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എ സി ഇട്ട് ഈ ചൂടുകാലത്ത് മെക്സി ഇട്ട് ഈ എ സിയിൽ ഞാൻ ഇവിടെ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു കിടക്കാച്ചി കഥ പറഞ്ഞാലോ എന്നുള്ള കാര്യം. അങ്ങനെ എൻ്റെ ഇന്നത്തെ കഥ പറയുന്നത് ഒരു അച്ഛൻ്റെയും ഒരു മകളുടെയും കഥയാണ്. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ നാട്ടിൻ്റെ അടുത്തുള്ള ഒരു പുഴയുണ്ടായിരുന്നു. അവിടെ നടന്നത് ഒരു ചെറിയ പാർക്ക് പോലെയും ഒക്കെ തന്നെ നല്ല വൈബ് സ്പോട്ടായിരുന്നു. അവിടെ എല്ലാ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും അവിടെ ഇരിക്കാറുണ്ടായിരുന്നു. അവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഒരു ഹോട്ടലുണ്ട്, ഒരു തട്ടുകട പോലത്തേതുണ്ട്. ആ തട്ടുകടയിൽ നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കല്ലുമക്കായ, കായ് പൊരിച്ചത്, ബീഫ് കറി, അതായത് മുട്ടപ്പം, അതുപോലുള്ള അപ്പങ്ങളും നല്ല ചായ, ഹോർലിക്സ്, ബൂസ്റ്റ്, കോഫി ഒക്കെ തന്നെ കിട്ടും. അതെന്ന് പറയുന്നത് ഒരു കായലിന്റെ അരികത്തായിരുന്നു. ഞാനും എൻ്റെ അമ്മയും എപ്പോഴും അവിടെ പോയിരിക്കാറുണ്ടായിരുന്നു. അവിടുത്തെ ആ ചെറു തണുപ്പുള്ള കാറ്റും ആ പുഴയുടെ നോക്കിയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മറന്നു കിട്ടും. ബാക്കിൽ നല്ല പാട്ടും, അതായത് നല്ല സ്ട്രോങ് DJ പാട്ടൊന്നല്ല, നല്ല കേൾക്കാൻ ആസ്വദിക്കുന്ന ആ കായലരികത്തിരിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ടായിരുന്നു അവിടെ വെക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് 5 മണിയാകുമ്പോഴേക്കും ഞാൻ എൻ്റെ അമ്മയും അവിടെ എത്തും. എൻ്റെ അമ്മ എന്ന് പറയുന്നത് കാണാൻ ചെറുപ്പക്കാരിയായിരുന്നു. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും 15 വയസ്സിന് വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛന് വേഗം നമ്മളെ വിട്ട് പോവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു അറ്റാക്കായിരുന്നു. എൻ്റെ അച്ഛന് ഗൾഫിൽ ബസ് ഡ്രൈവറായിരുന്നു. അങ്ങനെ അതോടിച്ച് വന്ന അറ്റാക്കാണെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ അച്ഛന് എന്നെയും എൻ്റെ അമ്മയും വിട്ട് വേഗം തന്നെ നമ്മുടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്കൊരു 16 വയസ്സാകുമ്പോഴായിരുന്നു എൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് എല്ലാവരും പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് അതിനുള്ള ഉത്തരവാദിത്യം, അതായത് എൻ്റെ അമ്മയ്ക്ക് എന്നെ എങ്ങനെ നോക്കണം, എങ്ങനെയാണ് കുട്ടികളെ നോക്കേണ്ടത് എന്നൊന്നും എൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് നാട്ടാറും വീട്ടാറും എല്ലാവരും ഒത്തിട്ട് വീണ്ടും ഒരു കോടീശ്വരന് എൻ്റെ അമ്മയെ കെട്ടിച്ചുകൊടുക്കുകയായിരുന്നു. ഞാൻ തന്നെ ഇത്ര വെളുത്തിട്ട് ഇത്ര സുന്ദരിയാണെങ്കിൽ എൻ്റെ അമ്മ എങ്ങനെയുള്ള ഒരു അമ്മയായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെയുള്ള വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടാർക്കും വീട്ടുകാർക്കും ഇരുത്തപ്പുറതയില്ലായിരുന്നു എൻ്റെ അമ്മയെ കെട്ടിക്കായിട്ട്. അങ്ങനെ എൻ്റെ അമ്മയെ വലിയ കോടീശ്വരന് കെട്ടിച്ചു. അദ്ദേഹം ആദ്യത്തെ ഒരു 6-7 മാസം എൻ്റെ അമ്മയെ ഗൾഫിൽ കൊണ്ടുപോയി. ഞാനിവിടെ ഒറ്റക്കായിരുന്നു. എന്നെ കൊണ്ടുപോയിട്ടില്ല, കാരണം എനിക്ക് ക്ലാസ് ഒക്കെ ഉള്ളതല്ല. ഞാനാണെങ്കിൽ ഒരു പെണ്ണുഞ്ഞു. എനിക്കാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല, കാരണം അദ്ദേഹം എപ്പോഴും ഒരു അഹങ്കാരത്തിന് നോട്ടായിരുന്നു. ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് എൻ്റെ വീട്ടുകാരെ എൻ്റെ നാട്ടുകാരെയൊന്നും അദ്ദേഹത്തിന് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഒരു പുച്ഛഭാവമായിരുന്നു. ഇവരോ എന്നുള്ള ഒരു പുച്ഛഭാവം. എനിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടേ അല്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് എനിക്ക് ഇഷ്ടമല്ലാത്ത വെച്ചാൽ അദ്ദേഹം ആഴ്ചയിലായിരുന്നു നാട്ടിലൊക്കെ വരാറുണ്ടായിരുന്നത് എൻ്റെ അമ്മയോടൊത്ത്. എൻ്റെ അമ്മ അദ്ദേഹത്തിന്റെ ജീവനായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ എയർപോർട്ടിൻ്റെ, അതായത് കോഴിക്കോട് ഞാനൊരു ദിവസം നിൽക്കാൻ പോയി. ഞാൻ അവിടെയായിരുന്നു പഠിക്കാറുണ്ടായിരുന്നത്. എനിക്ക് 18 വയസ്സായിട്ടാകുമ്പോഴുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ അവിടെ കോഴിക്കോട് നിൽക്കാൻ പോയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് കോഴിക്കോട് എയർപോർട്ടിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ എൻ്റെ ചെക്കൻ്റെ ഒപ്പം, അതായത് എനിക്കൊരു ലവ് ഉണ്ടായിരുന്നു, അവൻ്റെ ഒപ്പത്ത് ഞാൻ കോഴിക്കോട് അവിടെ എയർപോർട്ടിൻ്റെ അരികത്ത് കറങ്ങുമ്പോൾ ഇദ്ദേഹം എന്നെ കാറിൽ നിന്ന് കാണുകയാണ്. അപ്പം തന്നെ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ താത്തി, ആ കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ താത്തി എന്നെ ഒരു നോട്ടം നോക്കി. അപ്പം തന്നെ എൻ്റെ കയ്യും കാലിട്ട് വിറക്കാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം, ഞാൻ ഒക്കെ കഴിഞ്ഞു ലീവിന് വന്നിട്ടാകുമ്പോൾ അദ്ദേഹം അവിടെ വീണ്ടും ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അമ്മയ്ക്കൊന്നും കോൾ ചെയ്യാറുണ്ടായിരുന്നില്ല. ആകെ എൻ്റെ അമ്മമ്മയ്ക്ക് മാത്രമേ കോൾ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കണ്ട കാര്യമൊന്നും അമ്മയോട് പറഞ്ഞിട്ടില്ല, ഓക്കെ? നീ അതോർത്ത് വിഷമിക്കണ്ട. നീ എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി. ആള് മുമ്പിൽ നിന്നും നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വെറുക്കുന്നത് എന്ന് മാത്രമേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, മാറി കൈയിളക്കെ എന്ന് പറഞ്ഞു, എൻ്റെ ഷോൾഡറിൽ വെച്ചിട്ടുണ്ടായിരുന്ന കൈയിളക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം ഞാനും തമ്മിൽ ഒരു കുറച്ച് എടാങ്കോടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ വീട്ടിൽ വരുന്ന ടൈമൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാറുണ്ടായിരുന്നില്ല. ഞാൻ അതായത് അമ്മയുടെ വീട്ടിലായിരുന്നു ഞാൻ നിൽക്കാറുണ്ടായിരുന്നത്. എനിക്ക് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അദ്ദേഹത്തിന് അതിനെ നല്ല പോലെ അറിയാം. അദ്ദേഹത്തിന്റെ കളിയും അഹങ്കാരവും ഒരുമാതിരിയുള്ള നോട്ടവും ഒന്നും എനിക്കിഷ്ടമല്ല. ബാക്കി എല്ലാവരോടും നേരെയായിരുന്നു. പക്ഷെ എന്നോട് മാത്രം എന്താ അദ്ദേഹം ഇങ്ങനെ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെയും മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ അദ്ദേഹത്തിന് എന്നെ വളക്കാൻ അദ്ദേഹം കഴിയുന്നത്ര ശ്രമിച്ചു. അതൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി എന്നോട് പറഞ്ഞു,
നിന്നെ ഇന്ന് രാത്രി എന്ന് എനിക്ക് കാണണം എന്ന് അദ്ദേഹം പറയുമ്പോഴായിരുന്നു എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു നിൽക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് അർജന്റായിട്ട് അദ്ദേഹത്തിന് എന്തോ ലോഡോ ഗോൾഡോ എന്തോ അവിടെ പിടിച്ച് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അർജന്റായിട്ട് ബാംഗ്ലൂരിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നത്. അന്നായിരുന്നു ഞാൻ നേരെ ശ്വാസം വിട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് പോകുന്ന നേരം എനിക്ക് കൈ തന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്നുകൂടെ കാണേണ്ടി വരും, ഞാൻ വരും എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 8 മാസത്തേക്ക് അദ്ദേഹത്തിന് അഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് കോൾ ചെയ്യും, എന്നെ ചോദിക്കും, പക്ഷെ ഞാനായിട്ട് മിണ്ടാറില്ല. അമ്മയായിട്ട് എനിക്ക് തരാറുമില്ല, അദ്ദേഹം എന്നെ വിളിക്കാറുമില്ല. കാരണം അദ്ദേഹത്തിനറിയാം ഞാൻ കോൾ എടുക്കത്തില്ല, അദ്ദേഹത്തിനോട് ഞാൻ മിണ്ടത്തുമില്ല എന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ കായലരികത്ത് വൈകുന്നേരം 5 മണിക്ക് ചായ ഒക്കെ കുടിച്ച് നല്ല രീതിയിൽ ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നല്ല കാറ്റും നല്ല സമാധാനം ഒക്കെ തന്നെ. എനിക്കാണെങ്കിൽ ഒന്ന് ചിന്തിക്കാനുള്ള ക്യാഷ്, വീടിന് വീട് ഒക്കെ തന്നെ ഉണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും പറയും, നിന്റെയൊക്കെ ലൈഫാണ് ഈ ലൈഫ് എന്ന് പറയുന്നത്. അമ്മയാണെങ്കിൽ ചെറുപ്പക്കാരി, എന്ത് വേണമെങ്കിലും പറയാം. അമ്മ ചെറുപ്പക്കാരത്തി ആയത് കൊണ്ട് തന്നെ. അങ്ങനെ ഞാൻ അവിടെ ആസ്വദിച്ചിരിക്കുമ്പോഴായിരുന്നു എൻ്റെ അമ്മയുടെ കയ്യിൽ ഒരു കോൾ വരുന്നത്. അപ്പൊ തന്നെ അമ്മ എക്സൈറ്റ്മെന്റിൽ, അതെയോ എപ്പോഴാ വരുന്നത്, ഞാൻ കൂട്ടാൻ വരാം എന്ന് പറയുന്നത്. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു, എന്തുവാ ഇത്, ആരെ കൂട്ടാൻ പോകുന്ന കാര്യം, ഇനി അദ്ദേഹം എങ്ങാനും വരാനായോ. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് എൻ്റെ മനസ്സോട് അമ്മയാണെങ്കിൽ കോൾ കട്ട് ചെയ്യണ്ട, എന്തെങ്കിലല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുമോ, ആരാ എന്താ എങ്ങനെയാന്ന്. ഇതും വീഡിയോ കോളും അല്ല, അച്ഛൻ പൊതുവെ വീഡിയോ കോളാണ് ആക്കാറുണ്ടായിരുന്നത്. ഈ വന്ന കോള് നോർമൽ കോളായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് ടെൻഷനായി. അമ്മയാണെങ്കിൽ ഒന്നും പറയുന്നില്ല. ഞാനാണെങ്കിൽ ചില്ലിയിട്ട്, അമ്മ എന്താ എന്താ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞു, നിക്ക് പറയാം എന്ന് പറഞ്ഞ് അവസാനം ഒരു 15 മിനിറ്റിന് ശേഷം കോള് കട്ട് ചെയ്ത ശേഷം പറഞ്ഞു, അച്ഛൻ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ അച്ഛൻ എന്ന് പറയുന്നത് എൻ്റെ 2ാം അച്ഛനാണ് കേട്ടോ, ഒറിജിനൽ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എപ്പോഴാ, മറ്റന്നാ തിങ്കളാഴ്ച നമ്മൾ രണ്ടുപേരും കൂട്ടാൻ പോകണമെന്നാ പറഞ്ഞത്, ടാക്സിയൊക്കെ അദ്ദേഹം അയച്ചു തരാമെന്ന്. അമ്മയ്ക്കാണെങ്കിൽ വലിയ സന്തോഷം, വലിയ പെരുന്നാളായിരുന്നു. എനിക്കാണെങ്കിൽ ഇദ്ദേഹം വരുന്നുണ്ട്, മാലക്കാരൻ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ അദ്ദേഹം ഏർപ്പാടാക്കിയ ടാക്സി, അതായത് 12 മണിക്കായിരുന്നു നമ്മൾ ഇവിടെ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നത് രാത്രി. അങ്ങനെ 12 മണിക്ക് വിട്ടു, അവിടേക്ക് എത്തി, അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടെന്ന് ഞാൻ ആ കാറിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, എനിക്കറിയത്തില്ല. പിന്നെ വീട്ടിലെത്തിയ ശേഷമായിരുന്നു ഞാൻ അറിഞ്ഞത് ഇദ്ദേഹം എത്തി എന്നുള്ള കാര്യം. എൻ്റെ നെഞ്ഞ് വീട്ടിലെത്തിയ ഉടനെ എൻ്റെ നെഞ്ഞിങ്ങനെ പെടയ്ക്കായിരുന്നു. കാരണം എന്തിനാണ് ഞാൻ ഉറങ്ങിയത്, ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് ആ സമയം വരെ സന്തോഷിക്കാമായിരുന്നു എന്നുള്ള കാര്യത്തിൽ. പിന്നെ എന്താന്ന് വെച്ചാല് ഇദ്ദേഹം എനിക്ക് ഒരു ലബ്ബ, അതായത് സ്വന്തം മക്കൾക്ക് സ്വന്തം അച്ഛൻ പോലും അയക്കാത്ത അത്രയ്ക്കും സമ്മാനമായിരുന്നു എനിക്ക്. ഗിഫ്റ്റും ഒക്കെ, ഫോണും കളിപ്പാട്ടങ്ങളും ഡ്രസ്സും ഒക്കെ തന്നെ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പെട്ടി മുഴുവൻ എനിക്കായിരുന്നു. എനിക്ക് തന്നെ ഇത്ര സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ജീവന് പോലെ സ്നേഹിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. എൻ്റെ അമ്മക്ക് അതുകൊണ്ടാണ് ഇയാളെ ജീവൻ നൽകുന്നത്. എൻ്റെ അമ്മയെ ഇദ്ദേഹം പൊന്നു പോലെ നോക്കും. എന്നോട് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇതൊന്നും എൻ്റെ അമ്മയ്ക്ക് അറിയില്ല. എൻ്റെ അമ്മയ്ക്ക് അദ്ദേഹത്തിന് ജീവനായിരുന്നു. പെട്ടെന്നായിരുന്നു അന്ന് രാത്രി എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനാവുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആംബുലൻസിലായിരുന്നു കൊണ്ടുപോയത്. എനിക്ക് ആംബുലൻസ് പേടിയായത് കൊണ്ട് തന്നെ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒക്കത്ത് ഒന്നിച്ച് ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരവസ്ഥ വന്നു. എനിക്കാണെങ്കിൽ അന്ന് 19 വയസ്സും. എനിക്ക് ഇദ്ദേഹത്തെ നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കിടക്കാൻ നേരം ഇദ്ദേഹം എൻ്റെ റൂമിൽ വരികയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്തായി മോൾ ഉറങ്ങിയോ? ഞാൻ പറഞ്ഞു, റൂമിൽ നിന്നും ഇറങ്ങി, റൂമിൽ കയറണ്ട, വേണമെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഹാളിൽ വരാം, അല്ലാണ്ട് റൂമിലൊന്നും വരണ്ട. എനിക്ക് പറയുന്നത് ഇരുട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. റൂമിൽ മുഴുവൻ ഇരുട്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തിന് എന്നെയും കാണാൻ പറ്റത്തില്ല. അദ്ദേഹം എവിടെയാണെന്ന് പോലും എനിക്ക് കാണാൻ പറ്റില്ല, അത്ര ഇരുട്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം വന്നു എൻ്റെ ഇവിടെ പിടിച്ച് അമർത്തി എന്നോട് പറഞ്ഞു, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചൂടാവുന്നേ, ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഞാൻ പറഞ്ഞു, എൻ്റെ തൊട്ടെങ്കിൽ ഞാൻ ഇത് അമ്മയോട് പറയും. നിന്റെ അമ്മേനെ വിശ്വസിക്കില്ല, കാരണം നിന്റെ അമ്മയ്ക്കറിയാം നീ നമ്മൾ രണ്ടുപേരും ഒഴിവാകാൻ വേണ്ടി പല കളികളും കളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നീ എന്ത് പറഞ്ഞെങ്കിൽ എനിക്ക് വിശ്വാസമില്ല, എൻ്റെ അമ്മയ്ക്ക് വിശ്വാസം വരില്ല. അതാണ് എനിക്ക് പറ്റിയത്, എൻ്റെ ചാൻസ് അതാണ്, എനിക്കും പേടിയില്ല നിന്നെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഞാൻ വഴക്കായി. അദ്ദേഹത്തിന് ഞാൻ ഉന്തിയിട്ട് ഹാളിലോട്ടേക്ക് പായുമ്പോൾ അദ്ദേഹം എൻ്റെ പിറകെ പായി എൻ്റെ വായ പൊത്തിപ്പിടിച്ച് എന്നോട് പറഞ്ഞു, നീ ഒന്ന് അടങ്ങ്. പിന്നീട് അവിടെ നടന്നത് ചരിത്രമായിരുന്നു. അതായത് അദ്ദേഹം എന്നെ ഇല്ലാണ്ടാക്കി. എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മയുടെ വാട്സപ്പ് എടുത്ത് ഞാനും അവനും ബൈക്കിലെ പോകുന്ന വീഡിയോ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ കേട്ടാൽ തലറങ്ങി ക്ഷീണായി വീകും, മാത്രമല്ല എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കും. അതായിരുന്നു എൻ്റെ അമ്മ എന്ന് പറയുന്നത്. അങ്ങനെ ആ വീഡിയോ എൻ്റെ അമ്മയുടെ വാട്സപ്പിൽ ഇങ്ങനെ കൈ ഇങ്ങനെ നെക്കി പറഞ്ഞു, ഇത് ഞാൻ ഇപ്പം സെൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞു, വേണ്ട. എന്താ വേണ്ടത്? എന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അതുപോലെ ചെയ്യണമെങ്കിൽ
ആ വീഡിയോ ആദ്യം ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ പറഞ്ഞു അതെങ്ങനെ വിശ്വസിക്കും, ഞാൻ പകുതി വെച്ച് തുടങ്ങാം, എന്നിട്ട് വേണമെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്യാം, നമ്മൾക്ക് പകുതിയിൽ നിന്നും ഞാൻ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ ഒക്കെ തുടങ്ങി പകുതി എത്തുമ്പോൾ ഞാൻ അവിടെ നിന്ന് വേഗം എണീച്ച് പറഞ്ഞു ആ മതി, ഇനി ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഡി കിടക്കടി. ഞാൻ പറഞ്ഞില്ല, ആ വീഡിയോ ഡിലീറ്റ് ചെയ്താൽ മാത്രം. അങ്ങനെ അദ്ദേഹം എണീച്ച് ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തു. വീണ്ടും നമ്മൾ കാര്യത്തിലോട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്ക് അടിപൊളി, എനിക്ക് മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. പിന്നീട് എനിക്ക് അദ്ദേഹത്തിനോടും ഇഷ്ടമായി. അദ്ദേഹത്തിന് ഞാൻ വീണ്ടും വെറുതെ ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന ടൈം വീഡിയോ കോളും, അമ്മയുടെ കൂടെ വീഡിയോ കോളും. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതിനെക്കാട്ട് 10 ഇരട്ടി ഇഷ്ടമായിരുന്നു എനിക്ക് അദ്ദേഹം നാട്ടിൽ വരുന്ന അറിയുമ്പോൾ. അമ്മ പെട്ടെന്ന് വിചാരിച്ചു ഞാൻ പോകുമ്പോഴേക്കും ഇവൾക്ക് ഇതെന്നാ പറ്റിയത്, ഇദ്ദേഹത്തിനോട് പെട്ടെന്ന് എങ്ങനെയാണ് ഇവൾക്ക് ഇത്ര ഇഷ്ടം വന്നത്. അമ്മയ്ക്കും സന്തോഷമായി. പിന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വലിയ സന്തോഷത്തിലായിരുന്നു പോയിക്കൊണ്ടുണ്ടായിരുന്നത്. അപ്പം ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ മെമ്പർഷിപ്പിൽ ഞാൻ അടിപൊളി കിടുക്കാച്ച് ഞാൻ മിനിയാന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു അടിപൊളി വീഡിയോ ആയിരുന്നു. നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടും. അമ്മാതിരി വീഡിയോ ആയിരുന്നു ഞാൻ മെമ്പർഷിപ്പിൽ മിനിയാന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും അത് വീണ്ടും കേൾക്കുക. കേൾക്കാൻ ആഗ്രഹമുള്ള തീർച്ചയായിട്ടും മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. അതിൽ വെറും 299 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നേരെ മറിച്ച് വീഡിയോ കോളും വീഡിയോസ് ഫോട്ടോസ് ഗേൾസ് ചാറ്റിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വാട്സപ്പിൽ എനിക്ക് ഞാൻ ഇവിടെ തന്ന നമ്പറില്ലേ, അതിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഹായ് എന്ന് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരു സ്കാനർ അയക്കുന്നതായിരിക്കും. അതിലോട്ട് 500 രൂപ പേ ചെയ്താൽ നിങ്ങൾ ഞാൻ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അതിൽ ആഡ് ചെയ്തവരൊക്കെ രാത്രി നല്ല രീതിയിൽ ഉറങ്ങുന്നതായിരിക്കും. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാട്സപ്പിൽ. അല്ല ചെറിയ പൈസയാണ് വേണ്ടത്, വെറും കഥകൾ മാത്രം അടിപൊളിയിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. അപ്പോൾ മെമ്പർഷിപ്പ് എവിടെയാണ് കിട്ടുന്നത് അറിയുന്നത്, എൻ്റെ സബ്സ്ക്രൈബ് ബട്ടണില്ലേ അതിൻ്റെ ഇപ്പുറം ഒരു സ്റ്റാർ പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. അത് നെക്കിപ്പിടിക്കുന്നത് അതൊന്ന് ജസ്റ്റ് നെക്കിയാൽ അവിടെ 299 രൂപ പേ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ വരും. അതിൽ നേരെ ഗൂഗിൾ പേ വഴി അതിൽ പേ ചെയ്താൽ ഞാനിടുന്ന മെമ്പർഷിപ്പ്, അതായത് നിങ്ങൾക്ക് മാത്രം കാണാൻ പറ്റുന്ന വീഡിയോസ്, യൂട്യൂബിൻ്റെ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വീഡിയോസ് അതിലുള്ളതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.